കഷ്ടപ്പാടുകൾ നിറഞ്ഞ ചുറ്റുപാടുകളിൽ നിന്ന് ജീവിത നിലവാരം അല്പം ഉയർത്തുന്നതിനായി മറ്റൊരു രാജ്യത്തേക്ക് പുറപ്പെടുന്ന കഠിനാധ്വാനിയായ ഒരു 20കാരൻ. ആദ്യ യാത്രയിൽ തന്നെ കപ്പൽ ഒരു അപകടത്തിൽപ്പെടുകയും ഒട്ടനവധി പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്യുന്നു. തൻ്റെ കൈവശമുള്ളത് എല്ലാം നഷ്ടപ്പെട്ടിട്ടും അത്രയും കാലം കഠിനാധ്വാനം ചെയ്ത് സ്വരുക്കൂട്ടി വെച്ച് 30 പൗണ്ടുമായി അതിസാഹസികമായി തെക്കൻ ഓസ്ട്രേലിയയുടെ കരയിലെത്തിയ ഒരു സാഹസികനായ യുവാവ്. കന്നുകാലി മേച്ചും കൃഷിപ്പണി ചെയ്തും പിന്നീട് ഒരു മുന്തിരിത്തോട്ടം സ്വന്തമാക്കി വൈൻ വ്യവസായത്തിലേക്ക് കടന്ന് തെക്കൻ ഓസ്ട്രേലിയയുടെ വൈനിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന തോമസ് ഹർഡീസിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം നിർമ്മിക്കുന്ന ഹർഡീസ് വൈനിനെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സുഹൃത്തുക്കളെ, വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആദ്യമേ പറയട്ടെ, മദ്യപാനം ഒരു തരത്തിലും ഈ ചാനൽ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക, രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക. അമിതമായ മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹർഡീസ് വൈൻ എന്നത് തെക്കൻ ഓസ്ട്രേലിയയുടെ വൈൻ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലും പരമ്പരാഗതമായി ഒരു കുടുംബത്തിൻ്റെ വൈൻ വ്യവസായത്തിൻ്റെ കഥ കൂടിയാണ്. അതോടൊപ്പം സാഹസികനും നിഗൂഢതകൾ നിറഞ്ഞ ഒരു കടങ്കഥ പോലുള്ള ജീവിതം നയിക്കുന്ന തോമസ് ഹർഡീസിൻ്റെ ത്യാഗോജ്ജലമായ ഒരു ജീവിതത്തിൻ്റെ ബാക്കി പത്രം കൂടിയാണ് ഈ വൈൻ. കബർനെറ്റ്, മെർലൂട്ട് എന്നീ തെക്കൻ ഓസ്ട്രേലിയയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച മുന്തിരികൾ ഉപയോഗിച്ചാണ് ഹർഡീസ് വൈൻ നിർമ്മിക്കുന്നത്. സ്മൂത്തും അതോടൊപ്പം ടേസ്റ്റിയുമായിട്ടുള്ള ഈ വൈൻ പ്ലംബിൻ്റെയും ചെറിയുടെയും ടേസ്റ്റ് കൂടി കുടിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. നമ്മൾ ഇന്ത്യക്കാർ സാധാരണയായി മദ്യം കഴിക്കാറുള്ളത് അടിച്ച് പൂസാകാൻ വേണ്ടിയാണ്. എന്നാൽ യൂറോപ്യന്മാർ അത് ഭക്ഷണത്തിനോടൊപ്പവും നല്ല ദഹനം ലഭിക്കുന്നതിനും അല്പം ലഹരിക്കുമായിട്ടാണ് സാധാരണ മദ്യം കഴിക്കാറ്. ഹർഡീസ് വൈൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രാത്രികാലങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടുതൽ ദഹിക്കാൻ സമയമെടുക്കുന്ന ബീഫ്, ലാമ്പ്, പാസ്ത, ചീസ് എന്നിവ കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുമ്പോൾ ഇത്തരം ഭക്ഷണത്തിനോടൊപ്പം അല്പം വൈനും കുടിക്കുക യൂറോപ്യന്മാരുടെ ഒരു പതിവാണ്. തോമസ് ഹർഡീസ് ഒരു കടങ്കഥ പോലെ നിഗൂഢമായ ജീവിതവും പൊരുതി ജയിക്കാനുള്ള സാഹസിക മനോഭാവവും അദ്ദേഹത്തിൻ്റെ വൈൻ ബോട്ടിലിന് മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് റിഡൽ എന്ന ചുറ്റിവളഞ്ഞ സാഹസികമായ ഒരു വഴിയും അതിൽ ഒളിഞ്ഞിരിക്കുന്ന സാഹസികതയും ബോട്ടിലിന് മുകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദ റിഡൽ എന്ന് എഴുതിയതിന് താഴെയായി ഇത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കബർനെറ്റ്, മെർലൂട്ട് എന്നിങ്ങനെയുള്ള
2 മുന്തിരികളുടെ പേരും നിങ്ങൾക്ക് രേഖപ്പെടുത്തിയതായി കാണാവുന്നതാണ്. വൈൻ വ്യവസായത്തിൽ ഹർഡീസ് കുടുംബം ഓസ്ട്രേലിയയ്ക്ക് വലിയ ഒരു സംഭാവന തന്നെയാണ് നൽകിയത്. അതുകൊണ്ടു തന്നെയും തെക്കൻ ഓസ്ട്രേലിയയുടെ വൈനിൻ്റെ പിതാവായിട്ടാണ് തോമസ് ഹർഡീസിനെ അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ദി സൗത്ത് ഓസ്ട്രേലിയൻ വൈൻ ഇൻഡസ്ട്രി എന്ന് ബോട്ടിലിന് മുകളിൽ രേഖപ്പെടുത്തിയതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. 5 തലമുറകളിലൂടെ കൈമാറ്റം നടന്നു വന്നിട്ടും ഇന്നും ഹർഡീസ് വൈനിൻ്റെ ഉടമസ്ഥ അവകാശം തോമസ് ഹർഡീസ് ആൻഡ് സൺസ് എന്ന കമ്പനിക്ക് തന്നെയാണ്. ഇനി നമുക്ക് തോമസ് ഹർഡീസിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാം. 1850 തോമസ് ഹർഡീസിന് വെറും 20 വയസ്സുള്ളപ്പോഴാണ് കഷ്ടത നിറഞ്ഞ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് അല്പം മെച്ചപ്പെട്ട ഒരു ജീവിതത്തിനും ഉയർന്ന വരുമാനത്തിനുമായി ഇംഗ്ലണ്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെടുന്നത്. ആദ്യ കപ്പൽ യാത്രയിൽ തന്നെ അത് അപകടത്തിൽപ്പെടുകയും ഒട്ടനവധി പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്യുന്നു. തൻ്റെ കൈവശമുള്ള എല്ലാം നഷ്ടപ്പെട്ടിട്ടും അതുവരെയുള്ള സമ്പാദ്യമായ 30 പൗണ്ടുമായി ഒരു തലനാരിഴക്കി ജീവിതം തിരിച്ചു കിട്ടിയ അദ്ദേഹം അതിസാഹസികമായി തെക്കൻ ഓസ്ട്രേലിയയുടെ തീരത്തെത്തിച്ചേരുന്നു. കന്നുകാലികളെ മേച്ചും മുന്തിരിത്തോട്ടങ്ങളിലും മറ്റും കൃഷിപ്പണിക്ക് പോയും അഡിലൈഡ് എന്ന പ്രദേശത്ത് അദ്ദേഹം കുറച്ച് സ്ഥലം വാങ്ങുകയും അവിടെ മുന്തിരി കൃഷി ആരംഭിക്കുകയും ചെയ്യുന്നു. മണ്ണിനെയും കാലാവസ്ഥയെയും മനസ്സിലാക്കാനുള്ള കഴിവും കൃഷിയിലുള്ള തൻ്റെ പ്രാഗൽഭ്യവും പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ചുറ്റുപാടുമുള്ള മറ്റ് തോട്ടങ്ങളിൽ കൃഷികൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വന്നും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് കൃഷികൾ നശിക്കുമ്പോഴും തോമസ് ഹർഡീസിൻ്റെ തോട്ടത്തിലെ മുന്തിരികൾ മികച്ചതും കൂടുതൽ വിളവുകളും അദ്ദേഹത്തിന് ലഭിച്ചു തുടങ്ങി. ഇത് കണ്ട മറ്റ് കൃഷിക്കാരും കർഷകരും അദ്ദേഹത്തെ ഒരു മന്ത്രവാദിയായും നിഗൂഢതകൾ നിറഞ്ഞ ഒരു വ്യക്തിയായും അദ്ദേഹത്തെ കണ്ടു തുടങ്ങി. ഒരു കടങ്കഥ പോലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും കൃഷിരീതിയും തോട്ടത്തിൽ നിന്ന് കൂടുതൽ വിളവ് ലഭിച്ചതോടെ അദ്ദേഹം കുറേശ്ശെ വൈൻ നിർമ്മിച്ചു തുടങ്ങുകയും 1857 അത് മാർക്കറ്റിൽ വിൽപ്പന തുടങ്ങുകയും ചെയ്യുന്നു. ഇത് ഓസ്ട്രേലിയയുടെ വൈൻ ചരിത്രത്തിലേക്ക് ഒരു വിപ്ലവകരമായ മാറ്റം വരുത്തുകയും 1880 ആകുമ്പോഴേക്കും ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വൈനായി മാറാൻ തോമസ് ഹർഡീസിൻ്റെ വൈനിന് കഴിഞ്ഞു. ഇന്ന് ഒട്ടനവധി വേരിയൻറ്റുകളിലുള്ള വൈനുകൾ കമ്പനി നിർമ്മിക്കുന്നുണ്ടെങ്കിലും അതിൽ ചിലതാണ് ഹർഡീസ് ഹെറിറ്റേജ് റിസർവ് ബിൻ. ഇത് കമ്പനിയുടെ ഒരു പ്രീമിയം വൈനാണ്. ഹർഡീസ് ടിൻഡാര ഇത് കമ്പനിയുടെ ചരിത്രവും പാരമ്പര്യവും ഓർമ്മപ്പെടുത്തുന്നതിനായി പുറത്തിറക്കിയ ഒരു ബ്രാൻഡാണ്. ഹർഡീസ് സ്റ്റാമ്പ് സീരീസ് ഇത് ഈ കമ്പനിയുടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു വൈൻ ബ്രാൻഡാണ്. ഹർഡീസ് നോട്ടേജ് ഇത് നല്ല ഗുണനിലവാരമുള്ളതും എന്നാൽ അല്പം വില കുറഞ്ഞതും സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് നിർമ്മിച്ച ഒരു വൈനാണ് ഇത്. ഹർഡീസ് VR ഇത് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നോൺ ആൽക്കഹോളിക് വൈനാണ്. ഇതുകൂടാതെ മറ്റ് ഒട്ടനവധി വൈനുകൾ കമ്പനി നിർമ്മിക്കുന്നുണ്ട്.
വൈനുകൾ കൂടാതെ മികച്ച ഇനം ബ്രാൻഡുകളും ഈ കമ്പനി നിർമ്മിക്കുന്നുണ്ട്. അവയിൽ ചിലതാണ് ഹർഡിസ് ബ്ലാക്ക് ബോട്ടിലി ബ്രാൻഡി. ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഇന്ന് ഹർഡിസ് കമ്പനിക്ക് അല്ലെങ്കിലും കമ്പനിയുടെ പാരമ്പര്യം സൂക്ഷിക്കുന്ന ഒരു ബ്രാൻഡിയാണ് ഇത്. ഹർഡിസ് VSOP, ഹർഡിസ് എക്സോ എന്നിങ്ങനെ പ്രശസ്തമായ മറ്റു വേരിയന്റുകളും കമ്പനിയുടെ സ്വന്തമായി ഇന്നും നിർമ്മിച്ചു പോരുന്നുണ്ട്. തോമസ് ഹർഡിസ് ആരംഭിച്ച് ഇന്ന് 5ാം തലമുറയിൽ എത്തിയിരിക്കുന്ന തോമസ് ഹർഡിസ് ആൻഡ് സൺസിൻ്റെ ഇന്നത്തെ CEO റൂബിൻ ഫെറിയാണ്. കമ്പനിയുടെ 5ാം തലമുറയിൽപ്പെട്ട ബിൽ ഹാർഡിയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെയും അംബാസിഡർ. ത്യാഗോജ്ജലമായ ജീവിത പോരാട്ടങ്ങളിലൂടെ ഓസ്ട്രേലിയയിലെ ഒരു വലിയ വൈൻ കമ്പനിയായി മാറാൻ പറ്റിയ ഹർഡിസ് വൈനിനെ കുറിച്ചും അതിൻ്റെ സ്ഥാപകനായ തോമസ് ഹർഡിസിനെ കുറിച്ചും ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.